വന്യമൃഗശല്യം രൂക്ഷം തന്നെയാണ്. ഒരു മാസത്തോളമായി ഇവിടെ ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം എന്നാണ് നാട്ടുകാർ പറയുന്നത്. എനിക്ക് പിറകിലായിട്ട് കഴിഞ്ഞ ദിവസമാണ് വനം വകുപ്പ് സ്ഥാപിച്ച പുലിയെ പിടികൂടാനുള്ള കൂടാണ് ഇവിടെ കാണുന്നത്. കളക്ടർക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് വനം വകുപ്പ് കഴിഞ്ഞ ദിവസം ഇവിടെ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു മാസത്തോളമായി ഈ കാറടുക്ക ഗ്രാമപഞ്ചായത്തിലെ ജയനഗറിൽ പുലിയുടെ സാന്നിധ്യം അത് പകൽ സമയങ്ങളിലും അതുപോലെ തന്നെ രാത്രികാലങ്ങളിലും പുലിയെ നാട്ടുകാർ കണ്ടു. നിരവധി പേർ ഇവിടെ ഈ കൂട് സ്ഥാപിച്ചതിന് തൊട്ടരികിലായി നിൽക്കുന്നത് കാണാം. ഈ പ്രദേശത്ത് വീടുകളിൽ നിന്ന് 5ഓളം നായ്ക്കളെ കടിച്ചു കൊണ്ടുപോയി പുലി എന്നതാണ് നാട്ടുകാർ പറയുന്നത്. ഇതോടുകൂടിയാണ് ഈ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. പുലിയുടെ സാന്നിധ്യം ഏറെ ഭീതിയോടുകൂടിയാണ് കഴിയുന്നത്. വളർത്തുമൃഗങ്ങളെയെല്ലാം ഇപ്പോൾ വീട്ടുവളപ്പുകളിൽ വളരെ സുരക്ഷിതമായ രീതിയിലാണ് ഇവർ ഇപ്പോൾ അതിനെ പരിപാലിച്ചു വരുന്നത്. കാരണം ഈ പുലിയുടെ സാന്നിധ്യത്തിൽ ഭയം പൂണ്ട് ജീവിക്കുന്ന ജനങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ, എപ്പോഴാണ് ഈ പുലിയുടെ സാന്നിധ്യം ആദ്യമായി കണ്ടത്? ഇവിടെ ഒരു 28 ദിവസമായി പുലി ആദ്യം വന്നിട്ട്. ഞങ്ങൾ ആദ്യമൊന്നും വിശ്വസിച്ചില്ല പുലി ഉണ്ടെന്ന് എല്ലാവരും പറയുന്നു. ഇതുവരെ പ്രായമായവർ പോലും ഇവിടെ പുലി ഉണ്ടെന്നൊരു കാര്യം ഇവർക്ക് ആർക്കും അറിയത്തില്ല. ആദ്യമായിട്ട് ഇവിടെ പുലി വരുന്നത്. ഈ പുലിയുള്ള സ്ഥലമല്ല ഇവിടെ. ഇപ്പം ഇത് ഞങ്ങളുടെ വിശ്വാസം എന്താണെന്ന് പറഞ്ഞാൽ പുലിനെ ഫോറസ്റ്റുകാരെ എവിടുന്നോ പിടിച്ചോണ്ട് വന്നിട്ട് ഇവിടെ അടുത്ത് വിട്ടു. ആ പുലി ഇങ്ങനെ വന്ന പാടെ അത് പട്ടീനെ പിടിക്കാൻ തുടങ്ങി. സാധാരണ ഒരു പുലി വന്നു കഴിഞ്ഞാൽ ഇവിടെ നാട്ടിലൊരു പുലിനെ കാണുമല്ലേ. ഇത് പട്ടീനെ പോയി കഴിഞ്ഞാൽ പട്ടി നഷ്ടപ്പെടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങളിവിടെ പുലിയാണെന്ന് അറിയുന്നത് തന്നെ. ഇത് ഈ പട്ടീനെ പിടിക്കാൻ ഇവിടെ നാട്ടിലിറങ്ങി പട്ടീനെ പിടിക്കാൻ ട്രെയിൻ ചെയ്ത് ഒരു പുലിയായിരുന്നു. അതിനെവിടെയോ പിടിച്ചോണ്ടെന്ന് ഫോറസ്റ്റുകാർ ഇവിടെ വിട്ടതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇനിയിപ്പം ഞങ്ങൾക്ക് ഇവിടെ ഈ കൂടിനകത്ത് കയറുമെന്നൊന്നും വിശ്വാസമില്ല. ഇപ്പോൾ പുലി നല്ല ഏതോ ഒരു കൂട്ടി കയറി അതിനെ പിടിച്ചോണ്ടെന്ന് ഇവിടെ വിട്ടതാണ്. അതിനി പുതിയൊരു കൂട്ടി കയറുമെന്നൊന്നും ഞങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല. പിന്നെ അടുത്തപ്പോഴാണ് പുലി പട്ടിയെ പിടിച്ചത്? പട്ടീനെ പിടി ഇന്നലെ പിടിച്ചിട്ടുണ്ട്. ഈ രാത്രി അല്ല, അതിന് മുമ്പത്തെ രാത്രി ഒരു പട്ടീനെ പിടിച്ച് കഴിഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞാൽ 4ാമത്തെ ദിവസം പിന്നെ പുതിയ പട്ടീനെ പിടിക്കുള്ളൂ. ഈ പട്ടീനെ പിടിച്ചാൽ അത് കൊണ്ടേ ഇട്ടു. അതിൻ്റെ അകത്തെ സാധനമൊക്കെ ആദ്യത്തെ ദിവസം തിന്നും. അതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ മെയിൻ ഇറച്ചിയൊക്കെ തിന്നും. പിന്നെ ബാക്കി 3ാമത്തെ ദിവസം ഫുള്ളായിട്ട് തിന്നും. അത് നേരിട്ട് കണ്ടവരാളുള്ളത്? നേരിട്ട് കണ്ട കുറേ പേരുണ്ട്. പക്ഷേ ആദ്യം ഒരു പുലി ഒരു പട്ടീനെ പിടിച്ചിട്ട് എൻ്റെ പറമ്പിലാണ് കൊണ്ടേ ഇട്ടത്. രാവിലെ ഞാൻ വിറകിന് പറഞ്ഞിട്ട് പോയത് 9:20 അതിന് പോകുന്ന സമയത്ത് കൊത്തിയിട്ട് പോറി കൊണ്ടുപോകുമ്പോൾ അപ്പോൾ നടന്നിട്ട് പോകുമ്പോൾ താഴെ റബ്ബറിൻ്റെ സ്ഥലമുണ്ട്. അതിലേ കൂടിയിട്ട് ഇത് നടന്നിട്ട് പോകുന്നു. ഞാൻ ഇങ്ങനെ മീത്തിലെ തട്ടിട്ടുണ്ടായി. ഇത് താഴെ കൂടിയിട്ട് നടന്നുകൊണ്ട് അങ്ങോട്ട് പോകുന്നത്. അവനെ ഞാൻ കുറച്ച് സമയം നോക്കിയില്ലു. പിന്നെ അത് അങ്ങോട്ട് പോകുന്നൊക്കെ കഴിഞ്ഞ് നോക്കിയില്ല. അതിന് ഞാൻ പേടിച്ചിട്ട് മീത്തിലോട്ട് തന്നെ മടങ്ങിയിട്ട് ഓടിയാടുന്നു തന്നെ. കണ്ടിട്ട് 1 മാസം അങ്ങനെയല്ലേ, 1 മാസമായി കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആടുന്ന് ഓടിയിട്ട് പാഞ്ഞിട്ട് പിന്നെ എല്ലാവരും വിളിച്ചത്. ഞാൻ അങ്ങോട്ട് ഓരോ വിഷ്ണുവയ്യൻ്റെ വീട്ടിൽ അങ്ങോട്ട് പോകുന്നുണ്ടായി. അപ്പോൾ ആടെ ചെറിയ കുഞ്ഞ് നായിയെല്ലാം ഉണ്ട്. അപ്പോൾ ആടുന്ന് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വേഗം ഓടിയത് മിത്തിലോട്ട് ഓടിയിട്ട് വിളിച്ചിട്ട് അവരോട് പറഞ്ഞത് ഓരോ മക്കളോട്. പിന്നെ വാതിലടച്ചിട്ട് അവരുടെ ഉള്ളിൽ കൂടി പിന്നെ മെമ്പറെല്ലാം വിളിച്ചത്. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ മടങ്ങിയിട്ട് ഞാൻ അതിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഓടിച്ചിട്ട് അത് രണ്ടാമത് കണ്ടത് ആടെ തന്നെ പിന്നെ കണ്ടത് അതേ സ്ഥലത്ത് തന്നെയല്ല അങ്ങോട്ട് പോകുന്നത്. ഇവിടെ തന്നെ താഴെ ജയനഗർ ഇവിടെ നിൽക്കുന്നേ റബ്ബറിൻ്റെ തോട്ടത്തിൻ്റെ മീത്തിലെ സൈഡ് കുറച്ച്. അന്നേ രാത്രി തന്നെ അവരെ നായിനെ പിറ്റേ ദിവസം രാവിലേക്ക് കാണാതായത് അന്ന് തന്നെ. ഈ ജയനഗർ പ്രദേശത്ത് ഒരു മാസത്തോളായി നമുക്ക് ഈ പുലിശല്യം ശ്രദ്ധയിൽപ്പെട്ടിട്ട്. അപ്പോൾ ഇപ്പോൾ അടുത്തായിട്ട് ഒരു 2 ആഴ്ചക്കുള്ളിൽ ഒരു 5-6 നായോളം കെട്ടിയിട്ടെടുത്തുനിന്നാണ് നായിനെ പിടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. ചങ്ങലയിൽ കെട്ടിയിട്ടെടുത്തുനിന്ന് നായിനെ പിടിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ DFOയും കലക്ടറായിട്ട് സംസാരിച്ച് അവർക്ക് പെട്ടെന്ന് കൂട് വെക്കാനുള്ള അനുമതി കിട്ടാത്തത് കൊണ്ട് നമ്മൾ റേഞ്ചറെല്ലാം വിളിച്ച് യോഗം ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കളക്ടറെ നേരിട്ട് ബന്ധപ്പെട്ട് കളക്ടറാണ് തിരുവനന്തപുരം വിളിച്ചിട്ട് കളക്ടർ മുഖാന്തരമാണ് നമുക്കിപ്പോൾ ഒരു കൂട് സ്ഥാപിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടുകാരും ഫോറസ്റ്റുകാരും എല്ലാം ഈ പ്രദേശത്ത് ഒരു ദിവസം ഫുള്ള് റെയ്ഡ് ചെയ്തു. എവിടെയെങ്കിലും പ്രദേശത്ത് മാളിയിൽ ഒളിച്ച് നിൽക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് നോക്കി. അന്നേരം ഒന്നും സാന്നിധ്യം കണ്ടിട്ട് അന്ന് രാത്രിയാണ് തൊട്ടടുത്തുള്ള വാർഡിൽ നിന്ന് 2 നായിനെ ചങ്ങയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയത്. ഒന്നിനെ അവിടെ കൊന്നിട്ടു, ഒന്നിനെ പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇങ്ങനെ നായ്ക്കളെയാണ് ഇതുവരെ കൊണ്ടുപോയത്. ഇനി സ്കൂളെല്ലാം തുറക്കുന്ന സമയമായിക്കൊണ്ട് വരുന്നുണ്ട്. കുട്ടികളെല്ലാം ഭീതിയിലാണ് വളരെ ഉള്ളത്. അവർക്ക് സ്കൂളിൽ പോകാനും പേടിയാണ്. പിന്നെ പാവപ്പെട്ട തൊഴിലാളികളാണ് ഇവിടെ ഉള്ളത്. അവർക്ക് ജോലിക്ക് പോകാനും വളരെ പ്രയാസമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു നടപടി പെട്ടെന്നില്ലെങ്കിൽ ഈ പുലിനെ ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ വളരെ പ്രക്ഷോഭത്തിലാണ് ആൾക്കാർ കാണുന്നത്. അപ്പോൾ അതിന് ഒരു വഴി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റും അതുപോലെ തന്നെ അധികൃതർക്ക് നല്ലൊരു നടപടി ഉണ്ടാകണമെന്നാണ് എനിക്ക് അവസ്ഥ പറയാനുള്ളത്. നമ്മളെ ഈ ആലന്തടക്ക പ്രദേശത്ത് ജയനഗര സ്ഥലത്ത് 1 മാസത്തോളത്തോളം പുലിന്റെ ശല്യം തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റൊക്കെ കാണാൻ കിട്ടി, പട്ടികളെ മിസ്സായി ആവുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ പട്ടികൾ മിസ്സാവുന്നത് മാത്രമല്ല, രാവിലെ 9 മണിക്കൊക്കെ പോകുന്ന സമയത്തും അത് റോഡ് ക്രോസ് ആക്കുന്നൊക്കെ കാണാൻ കിട്ടുന്നുണ്ട്.
അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, കൂട് വെച്ചിട്ടുണ്ട്. അതിനും വന്നില്ല, ഇന്നും വരുവാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എത്ര വേഗം ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ കഷ്ടമാണ്. ജൂൺ ആയില്ലേ, സ്കൂളൊക്കെ തുടങ്ങുന്ന സമയമായി. പിന്നെ ഇവിടെയൊക്കെ നടന്ന് ഈ പ്രദേശത്തെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് നടന്നിട്ട് തന്നെ പോകുന്നത്, വണ്ടി സൗകര്യമൊന്നുമല്ല. അതുപോലെ ജോലിക്ക് പോകുന്നവരും അതൊക്കെയാണ് ഭയമുള്ളത്. ഇതിന് എത്ര വേഗം ഒരു പരിഹാരം കാണാനാണ് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത്. ഒരു മാസത്തോളമായി ഇവിടെ പുലിനെ കാണാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഞങ്ങളാരും വിശ്വസിച്ചില്ല. ആദ്യം ഞങ്ങൾ വിശ്വസിച്ചില്ല, പുലിയാന്ന് ഞങ്ങൾ വിശ്വസിച്ചില്ല. ഇവിടെ പുലിയുള്ള സ്ഥലമല്ല. ഇത് പ്രായമായവരും കൂടെ ഇവിടുന്ന് ഇതുവരെ പുലിനെ കണ്ടിട്ടില്ല. ബാക്കിയുള്ള സാധനമെല്ലാം കണ്ടിട്ടുണ്ട്, പുലിനെ ആരും കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്നത്. ഇപ്പം സ്കൂൾ തുറക്കാനായി ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും ഫോറസ്റ്റുകാർ ഇവിടെ വന്നിട്ട് കൂടൊക്കെ സ്ഥാപിച്ചു. പക്ഷെ ഈ പ്രദേശം ഇതുവരെ പുലി വന്നിട്ടില്ല. പുലി വന്നത് പട്ടീനെ പിടിക്കാനാണ്. പട്ടീനെ വന്നപാടെ പട്ടീനെ പിടിക്കാൻ തുടങ്ങി. അതായത് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ എവിടുന്നോ ട്രെയിൻ ചെയ്ത പുലിനെ, അവിടെ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പുലിനെ ഇവിടെ 1 കിലോമീറ്റർ അപ്പുറം ഈ സ്റ്റേറ്റ് ഹൈവേ ഉണ്ട്, അതിനപ്പുറം ഫോറസ്റ്റ്, ആ ഫോറസ്റ്റിൽ കൊണ്ടുപോയിട്ട് വിട്ടിട്ടുണ്ടാവും. ആ വിട്ട പുലി ഇത് കടന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും ജനവാസ കേന്ദ്രത്തിലേക്ക്. ഇവിടെ വന്നിട്ട് നായിനെ തിന്ന് പരിശീലിച്ച പുലി ഇവിടെ വന്നിട്ട് പിന്നെ നായിനെ പിടിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ശല്യം പിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഇനി എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്നും മാറ്റി കിട്ടിയാൽ ഞങ്ങൾക്ക് ഭാഗ്യമായിരുന്നു. ഇപ്പൊ റബ്ബർ വെട്ടാൻ, ഇപ്പൊ ഞാൻ റബ്ബർ വെട്ടുന്നുണ്ട് രാവിലെ. ഇപ്പൊ ജീവൻ പണയം വെച്ചാൽ പോകുന്നത് എന്നാ ചെയ്യുന്നത്? വെട്ടാതിരിക്കാൻ പറ്റിയല്ലോ, ഞങ്ങളുടെ പണി ഞങ്ങൾക്ക് നടക്കാതിരിക്കാൻ പറ്റിയല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇതിന് പിന്നെ എന്തായാലും ഞങ്ങളുടെ പണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പം എന്റെ പറമ്പിലാണ് ഒരു പട്ടീനെ കൊണ്ട് ഇട്ടത്. അവിടുന്ന് കിട്ടിയത്.